ഒരു ബ്രെയിൻ വാഷ്ഡ് ആയിട്ടുള്ള പാകിസ്ഥാൻ്റെ ഒരു സ്ട്രാറ്റജിയാണ് എങ്ങനെയെങ്കിലും നമ്മളെ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ശല്യം ചെയ്യാൻ വേണ്ടി ഈ കശ്മീർ ഇഷ്യൂ ബോയിൽ ചെയ്തുകൊണ്ടിരിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ്. അതല്ലാതെ വേറെ ഒരു ഇഷ്യൂ അല്ല. അതിന് കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടി അവരുടെ പാകിസ്ഥാൻ ISI എന്നാണ് അതിൻ്റെ ബാക്കിൽ. അവർക്ക് അതിൻ്റെ ഡെപ്യൂട്ടഡ് ആയിട്ടുള്ള ഓഫീസേഴ്സ് ഉണ്ട്. അവർ നോക്കുന്ന ഏതൊക്കെ റൂട്ട് കൂടെ വരണം, ആരൊക്കെയാണ് പോകേണ്ടുള്ളത്, ഏത് ലെവലിൽ നിർത്തണം വയലൻസ്. ബിക്കോസ് അവർക്കൊരു പേടിയുണ്ട്, ഒരു ലെവൽ വയലൻസ് കൂടിക്കഴിഞ്ഞാൽ അവർക്ക് തിരിച്ചടി കിട്ടും. അതാണ് ബാലക്കോട്ടിലൊക്കെ നടന്നത്. അപ്പോൾ ആ വയലൻസ് ലെവൽ എത്രമാത്രം നിർത്തണം, തീർത്തു അങ്ങ് നിർത്തിക്കഴിഞ്ഞാൽ ഈ കശ്മീർ ഇഷ്യൂ സോൾവ് ആകുന്നുള്ള രീതിയിലേക്ക് വരും. അത് പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം മാനേജ് ചെയ്യുന്ന പാകിസ്ഥാൻ്റെ ഡീപ് സ്റ്റേറ്റ് അല്ലെങ്കിൽ ISI ആൻഡ് അതർ ഏജൻസീസ് ആണ് അവർ തന്നെയാണ് ഇങ്ങോട്ട് വരുന്നത്. അതിൻ്റെ വലിയ നല്ല ഒരു പ്രൊസീജിയർ എന്ന് വെച്ചാൽ ഇവരെ കശ്മീരിൽ നിന്ന് പോകുന്നവർ നേരെ അവിടെ ചെല്ലും. അവരുടെ ക്യാമ്പ് ഉണ്ട് അവിടെ. ആ ക്യാമ്പ് എന്ന് പറഞ്ഞാൽ ഒരു സ്കൂളും അങ്ങനെയുള്ള ഒരു ക്യാമ്പ്, വേറെ ഒന്നുമല്ല. ആ ക്യാമ്പിൽ നിന്ന് അവർ കുറച്ച് ദിവസത്തെ ഒരു ട്രെയിനിങ്, ബേസിക് ട്രെയിനിങ് കൊടുത്തുവിടും. അതിൽ നിന്ന് നേരെ അവർ ഈ ലൈൻ ഓഫ് കൺട്രോളിൻ്റെ അടുത്ത് വരും. അവിടെ ചെറിയ ചെറിയ പോസ്റ്റുകളുണ്ട്. ആ പോസ്റ്റിൽ ഇവർ കുറച്ച് ദിവസം നിൽക്കും. അത് അവിടെ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. ഒരു സമയം കിട്ടുമ്പോൾ അവരൊക്കെ ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ ടൈം വരുമ്പോൾ ഈ 10 പേരെ വിടണമെന്ന് പറയുമ്പോൾ 10 പേരെ അതിൽ കൂടെ ഇൻഫിൽട്രേറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അതിന് വേണ്ടി ഗൈഡ് വരും. അപ്പോൾ ഈ 2 ഗൈഡ് കാണും. ഒരു ഗൈഡ് ഈ ലോഞ്ച് പാഡിൽ നിന്ന് ലൈൻ ഓഫ് കൺട്രോളിൻ്റെ അവിടം വരെ കൊണ്ടുവരാനും, അതായത് അകത്ത് വരെ കൊണ്ടുവരാനും, പിന്നെ അകത്തുനിന്ന് റിസീവ് ചെയ്തിട്ട് താഴെ ശ്രീനഗർ മറ്റേ ഏരിയയിലേക്ക് കൊണ്ടുപോകാൻ അടുത്ത ഗൈഡ് തന്നെയാണ് ഏറ്റവും കൂടുതൽ ആക്ച്വലി പൈസ കിട്ടുന്നത്. ബിക്കോസ് അവരാണ് ഏറ്റവും കൂടുതൽ റിസ്ക്കും. അതുപോലെ വളരെ മാസ്റ്റർ ആയിട്ടുള്ള ഗൈഡ്സ് നമുക്ക് അന്നൊക്കെ ഇഷ്ടംപോലെ വളരെ ലെജൻഡറി ആയിട്ടുള്ള ഗൈഡ്സിനെയൊക്കെ നമുക്കറിയാം. പക്ഷെ ആ ചില ലെജൻഡറി ആയിട്ടുള്ള ഗൈഡ്സ് പിന്നീട് നമുക്കും ഇൻഫർമേഷൻ തരാറുണ്ട്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നടക്കും.